ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തു വെച്ച കേട്ടോ. അത്യാവശ്യം മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയിടാൻ. ഒരു സങ്കടകരമായ വാർത്തയുണ്ട് കേട്ടോ ഇന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മളെ മൂത്താപ്പ ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോവാണ്. നമ്മളോട് ഇന്നലെ അവിടെ പോയി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇത്രയും പണി വെച്ചിട്ട് അവിടെ പോയി നിൽക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല. അതുമാത്രമല്ല, ഓറെ എന്നൊരു ചായ കുടിക്കാൻ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ തിരക്കിലും വെപ്രാളത്തിലാട്ടോ ഉമ്മ അവിടെ കിടന്ന് ഓടുന്നത്. എന്തുണ്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ എനക്കും ഉമ്മാക്കും. അങ്ങനെ നമ്മൾ തീരുമാനിച്ച് എന്തേ ഉണ്ടാക്കാം, ഒരു ചെറിയ കടി എന്തെങ്കിലും. അതിനുള്ള തിരക്കെല്ലാം കാരണം രാവിലെ തന്നെ വീടൊക്കെ ഒരുക്കേണ്ടി വന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോണ്ട് മൂത്താപ്പയും മൂത്തമ്മയും വരുന്നു. ഓറ് ചായ കുടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരത്തെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. 12 മണിക്കേറ്റം വന്നിന് കേട്ടോ. അന്നേരം അവർക്കൊരു ചായയും ലേശവും മിച്ചറും കൊടുത്തിട്ട് അവിടെ എത്തി. പിന്നെ നമ്മളെ പണിയിലേക്ക് കടന്നു കേട്ടോ. ഈ പഴം ഇങ്ങനെ അരക്കുമ്പം തന്നെ കുറേ ആൾക്ക് കത്തിയിട്ടുണ്ടാവും നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അതന്നെ ഉന്നക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒരു സ്പെഷ്യലാണുള്ള കട്ട്ലേറ്റ്. അതുമല്ല ഉമ്മാൻ്റെ കട്ട്ലേറ്റ് ഭയങ്കര ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് അതും അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായേ നമ്മളെ അടുത്ത് ബ്രെഡ് കുറച്ചാളുള്ളൂ. ഉള്ളത്ര കട്ട്ലേറ്റും ഉണ്ടാക്കി ബാക്കി നമ്മൾ ഇറച്ചിപ്പത്തിരിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള പണ്ടാണ് വെച്ചിട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഉന്നക്കായി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പണ്ട ലേശം ബാക്കിയുണ്ടായിരുന്നു. അതും ഇതും കൂടി ഇട്ട് മിക്സാക്കി ഒരു തട്ടിക്കൂട്ടിലാക്കിയിട്ട് ഉന്നക്കായി അങ്ങ് ആക്കി കൊടുത്തു. ഇനി കട്ട്ലേറ്റിൻ്റെ മസാലയും ഇറച്ചിപ്പത്തിരിൻ്റെ മസാലയും കൂടി ആക്കിയിട്ട് അത് രണ്ടും കൂടി സെറ്റാക്കാനിരിക്കണം. ഉന്നക്കായും കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി ഇറച്ചിപ്പത്തിരി റെഡിയാക്കാൻ വിചാരിച്ചപ്പോൾ നമ്മളടുത്ത് സമൂസൻ്റെ ഷീറ്റ് ബാക്കിയുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ ഇറച്ചിപ്പത്തിരി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉമ്മ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇറച്ചിപ്പത്തിരിൻ്റെ പണ്ടോ റെഡിയാക്കി. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, നമുക്ക് ആർക്കും സമൂസൻ്റെ ഷീറ്റ് പൊതിയാനറിയില്ല. ലാസ്റ്റ് എങ്ങനെയോ കുറേ വീഡിയോ ഒക്കെ കണ്ട് ഉമ്മ ആദ്യം പൊതിഞ്ഞെല്ലാം പൊട്ടിപ്പോയി. പിന്നെ ഞാനും ഉമ്മയും കൂടി എങ്ങനെയോ റെഡിയാക്കിയിട്ട് ആക്കി കൊടുത്തിട്ടോ. ഓരൊരു 3:30-4 മണിയാകുമ്പോഴത്തേക്ക് ഇങ്ങെത്തിന് കേട്ടോ. ഓറ് വന്നപ്പോഴാണ് നമ്മൾ പൊരിക്കാൻ നിന്നത്. കാരണം നേരത്തെ പൊരിച്ച് വെച്ചാൽ പിന്നെ ചൂടെല്ലാം തണിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. അങ്ങനെ ഓറ് വന്ന് കടിയൊക്കെ കുടിച്ചിട്ട് ഓരോ നമ്മളെയും ക്ഷണിച്ചിട്ട് പോയി കേട്ടോ. പിന്നെ നമ്മൾ പോകുന്നത് രാത്രിയല്ല ഒരു വൈകുന്നേരം. അവിടെ പോകുമ്പോൾ ആരും എത്തിയിട്ടില്ലെങ്കിലും പിന്നെ എല്ലാവരും വന്നു തുടങ്ങി. നമ്മൾ റൂയും ഇന്നൂസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും ഒത്തുകൂടി അത് തന്നെ ബിരിയാണി കഴിക്കൽ അതും ഉണ്ടായിരുന്നു കേട്ടോ. മൂത്താപ്പാൻ്റെ കുറച്ച് ഫ്രണ്ട്സും പിന്നെ നമ്മളൊക്കെ തന്നെ ഒക്കെ കഴിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ്. മൂത്താപ്പാക്ക് 7 മണിക്ക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇവിടുന്ന് 3:30-4 മണിക്ക് അങ്ങനെ ഇറങ്ങിയാൽ മതി. അങ്ങനെ കേട്ടോ നമ്മൾ കാറിനോട് പറഞ്ഞത്. ആ സമയത്തേക്ക് കാറാടെ എത്തിയിട്ടുണ്ടായിരുന്നേ. അത്ര അങ്ങനെ ആൾക്കാരൊന്നും പോകുന്നില്ല. ചെറിയ കാറ് വിളിച്ചുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാരാട്ടോ പോയേ. നമ്മളാരും പോയിട്ടില്ല. അങ്ങനെ ഓരോക്കെ യാത്രയാക്കി വിട്ടിട്ട് നമ്മളവിടെ ഇരുന്നു കേട്ടോ. ഓരോ പോയപ്പം തന്നെ എന്തോ ഒരു മൂകത ഫീൽ ചെയ്തായിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ ഉപ്പ പോകുന്ന കാഴ്ച കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ബാക്കി